ഒലിമോ എന്ന് പറയുമ്പോൾ 9ാമത്തെ നോമ്പാണ് ഗൈസ്. ഒലിമോ മീൻസ് നമ്മളെ ലാംഗ്വേജിൽ ഒലിമോ എന്നാണ്. അപ്പൊ ഞാൻ പറയാ ഇന്ന് 9ാമത്തെ നോമ്പാണ്. 9ാമത്തെ നോമ്പാണ് മലയാളത്തില്. 9 എനിക്കറിയാം. 9ാമത്തെ നോമ്പാണ്. അപ്പോൾ ഇന്നലത്തെ ഇഫ്താർ അടിപൊളിയായിരുന്നു. സോണിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ. സോണിന്റെ ബർത്ത്ഡേ വ്ലോഗ് ആക്ച്വലി കേക്ക് കട്ടിങ് സോണിന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കണ്ടിട്ട് വരൂ. അപ്പോൾ ഇന്ന് ഇഫ്താർ സിമ്പിൾ നോർമൽ എപ്പോഴത്തെ പോലെ തന്നെയാണ്. ഇന്ന് ഞാനൊരു ചിക്കൻ ടിക്ക ബോക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെ പേരിട്ടാണ് ആക്ച്വലി. ബിക്കോസ് അതിന് ആ പേരായിരിക്കും ബെറ്റർ എന്ന് തോന്നി. അതെന്താ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നത്. ചിക്കനും ബീഫൊക്കെ രാവിലെ തന്നെ എണീറ്റപ്പോൾ തന്നെ വെള്ളത്തിലിട്ട്, ബിക്കോസ് ഐസ് വിടാൻ കുറെ ടൈം എടുക്കും. പിന്നല്ലേ ഐസ് പെട്ടെന്ന് വിടാനുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറയും. ഓക്കെ, ഡു മെയിൽ മീ എന്ന് പറയാം. ഡു ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും ഉറുമ്പ് പോകാനുള്ള ടിപ്സ് പറഞ്ഞല്ലേ, ചോദിച്ചില്ലേ ഉറുമ്പ് വിടുന്നു. അത് ഒരുപാട് പേര് എനിക്ക് ഇൻബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് കാണിച്ചു തരാം. ഒരുപാട് പേര് പല പല അഭിപ്രായങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കാൻ പോലും ടൈം കിട്ടില്ല. അക്കൗണ്ട് ഓപ്പൺ എനി അതർ സോഷ്യൽ മീഡിയ ഷൂട്ട് അല്ലാതെ. സോ അതിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ബേബി എന്തായാലും ചെക്ക് ചെയ്യും. സോ അങ്ങനത്തെ ടിപ്സ് പെട്ടെന്ന് ഐസ് വിടാം. ചിലപ്പോൾ അർജന്റിൽ ഞാൻ സ്ട്രെസ് ആവും. ഈ മസാലൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കും, ഐസ് വിടുന്നില്ല. അപ്പോൾ കുറെ ടൈം എടുക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് വിടാൻ വേണ്ടി സോനെന്ത് ഉപ്പിട്ടാ വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉപ്പ് നമ്മൾ ഇട്ട് നോക്കി ഡസന്റ് മേക്ക് എനി ഡിഫറൻസ് ആക്ച്വലി. സെയിം ടൈം പോലെയാണ് എനിക്ക് തോന്നിയത്. വേറെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. സോ ഇന്നെന്തായാലും ചിക്കൻ ടിക്ക ബോക്സ് ചിക്കൻ ടിക്ക ബോക്സ്. അപ്പോൾ ഇന്നലത്തെ കട്ട്ലെറ്റ് വാസ് വെരി ഷോകം. ഒട്ടും കൊള്ളില്ലായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. ബിക്കോസ് അത് ഒന്നാമത് അർജന്റ് ആയിരുന്നു. ഇന്നലെ കറണ്ട് ഇല്ല. 4 മണിക്ക് ശേഷമാണ് എല്ലാം ഹരിവരയിൽ ചെയ്തത്. ഇതാണെങ്കിൽ ഞാൻ ടെൻഷനിൽ 2-3 മണി ഒന്നിച്ച് ചെയ്യുമ്പോൾ വേവിച്ച പൊട്ടറ്റോ ഒക്കെ അതിൽ കൊട്ടി മിക്സ് ആക്കി ഇത്രമാതിരി പൊട്ടറ്റോ കട്ട്ലേറ്റ് പോലെ ഉണ്ടായിരുന്നു. പാവ വേവൊന്നും ഇല്ല. പക്ഷെ ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇന്ന് നന്നായിട്ട് ഉണ്ടാക്കി തരാം വേവിക്ക് ഇന്ന്. അപ്പോൾ കട്ട്ലേറ്റിൽ കുറച്ച് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കണം ബീഫ് കട്ട്ലേറ്റ്. സോ ബീഫ് കട്ട്ലേറ്റ് ആൻഡ് ചിക്കൻ ബോക്സ് ആണ് ഇപ്പം മൈൻഡിലുള്ളത്. ഡ്രിങ്ക്സ് നോ ഐഡിയ. ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഷേക്ക് അടിക്കണം. ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്. പിന്നെ നാസ്റ്റ പിന്നെ പ്ലാൻ ചെയ്യാം. ഓക്കെ, സോന് കുളിക്കാൻ പോയിട്ടുണ്ട്. പിള്ളേർക്ക് ഇന്നത്തോടെ എക്സാം കഴിഞ്ഞല്ലേ. സോ യാ വൈറ്റ് അവർ കളിക്കുന്നുണ്ട്. സോ ലെറ്റ് ദം എൻജോയ്. നമുക്കപ്പോൾ പെട്ടെന്ന് പരിപാടി തുടങ്ങാം. എന്തറിയോ, ഇപ്പൊ പെട്ടെന്ന് തുടങ്ങിയാൽ പെട്ടെന്ന് തീർന്നിട്ട് കിച്ചണിൽ ഞാനെങ്കിലും ഇരിക്കുക. ഇല്ലെങ്കിൽ മഗ്രിബ് ബാങ്ക് ആവണം വരെ വിൽ ബി ലൈക്ക് കിച്ചണിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഭയങ്കര സ്ട്രെസ്സോ ഹരിവരിയോ. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാം, പെട്ടെന്ന് ഇരിക്കാമല്ലോ. സോ യാ പിന്നൊരു കാര്യം, ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ തന്നെ എബുന് ഫുഡ് കൊടുക്കാൻ ടൈമാവും. അപ്പോൾ എബുന്റെ ഫുഡ് എന്താ കൊടുക്കണേ മഷുത്താന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഒരു ഐറ്റംസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ചിക്കൻ ടിക്കറ്റ് നല്ല മസാല എടുത്ത് വെക്കാം. ഗൈസ്, നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ബോൺലെസ് ചിക്കൻ നല്ലോണം വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സ്പൈസ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി പൗഡർ, ചില്ലി ഫ്ലേക്സ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ബ്ലാക്ക് കൗ ഞാനെന്ന്. ഇതാണ് എനിക്ക് സംഭവം. ബേബിക്ക് ഉണ്ട് ആ പ്രശ്നം. പെപ്പർ പൗഡർ, ചിക്കൻ മസാല, ഗരം മസാല, ഇച്ചിരി ബിരിയാണി. നിങ്ങൾക്ക് ബിരിയാണി വേണോ നിങ്ങൾക്ക്? എനിക്ക് വേണ്ട. ഉപ്പ്, കൊറിയാണ്ടർ ലീവ്സ് നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. ഓക്കെ, ബിരിയാണി വേണം പറയാട്ടോ. നോമ്പില് നമ്മളത്ര ബിരിയാണി നമുക്ക് കഴിക്കാറില്ല. എന്നിട്ട് നമുക്ക് കുറച്ച് കേർഡ് വേണം. സെറ്റ് കേർഡ്. എനിക്ക് പുളിപ്പുള്ള കേർഡ് ഇഷ്ടമല്ല. സോ ഐ ആം യൂസിങ് സെറ്റ് കേർഡ്. കുറച്ചുകൂടെ ഇടാം. ഓക്കെ, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കൻ റെസ്റ്റ് ചെയ്യും. യെസ്, കസരി റെസ്റ്റ് ചെയ്യും. ഫ്രിഡ്ജിൽ തണുത്ത് വെക്കട്ടെ. ഫ്രിഡ്ജിലാണോ പറഞ്ഞേ? ഓ, എന്നാ നോമ്പ് പിടിച്ച് തലക്ക് പറ്റിയ നോമ്പ്. ആക്ച്വലി ഇത്ര വലിയ പീസ് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ചെറുതാക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഓരോ പീസ് വെക്കേണ്ടി വരും ഓരോരോ ബോക്സിൻ്റെ ഉള്ളിൽ.
നമ്മൾ വോയിസ് ഒക്കെ ലോ ആവും. ഇവരൊക്കെ അത്താഴൊക്കെ അയച്ചിട്ടോ ഉറങ്ങിയത് ഇന്നലെ 3 മണിക്കാ. ഞാൻ 4 മണിക്കാണ് കിടന്നുറങ്ങിയത്. ഞാൻ 3 മണിക്ക് ഉറങ്ങിട്ട് 4:30 എണീറ്റ്. എന്തിനു എണീറ്റോ? ഞാൻ കഴിച്ചിട്ടില്ല. നിങ്ങൾ പൈസ ഞാൻ 10 രൂപ വെച്ച് 2 എണ്ണം. ഞാനും 10 രൂപ 5-6 കഴിച്ച് മട്ടൻ കറിയും 10 കിടലോർന്നു. സൂപ്പർ ആയിരുന്നു. നല്ല സ്ട്രോങ് ചായ കുടിച്ച് അടിപൊളിയാണ്. അപ്പോൾ യെസ്, നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റിലിരിക്കട്ടെ. അപ്പം നമുക്ക് മസാല ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് മസാല ഉണ്ടാക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഗ്രീൻ ചില്ലി കുറവല്ലേ? ആദ്യമേ കുറെ ഒഴിച്ചാൽ കത്തിപ്പൂ. ആദ്യമേ കുറെ ഒഴിച്ചാൽ നമ്മളെ ഇതാവും. ഇതെന്താവും? കോൺസെൻട്രേഷൻ പോകണം കഴിയണ്ടേ? കാലുണ്ടെങ്കിൽ എന്ത് വേണം? അപ്പോൾ നമുക്കിത് നല്ലോണം സോസ് ചെയ്യാം. ഇവിടെ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. അതുപോലെ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോകുന്നു. ഓക്കെ, മാരിനേറ്റ് ചെയ്തത് ആവശ്യത്തിന് ഇതായിട്ട് ടൈം നമ്മൾ വെച്ചിട്ടുണ്ടായി. നിങ്ങൾക്ക് ലൈൻ വേണമെങ്കിൽ ലൈനും ചെയ്യാം ഈ മാരിനേഷൻ ചെയ്യുമ്പോൾ. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നിച്ച് ഇട്ടു. ഓക്കെ, അല്ല ഞാൻ മൾട്ടി ചെയ്യാൻ പോയ പക്ഷെ ഒരു വിറ്റ് ഉണ്ടായിപ്പോ. അല്ല ഞാൻ ഇവിടെ തന്നെ അല്ലല്ലോ, ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഹാൻഡിൽ പിടിക്കാൻ വേണ്ടി പോണേ. ഇളക്കാൻ വേണ്ടി ഇതെടുത്ത് പിടിച്ചിട്ട് ഇളക്കാൻ വേണ്ടി പോയി. നോക്ക് ഭയങ്കര പൊക്കി. അതൊരു കണ്ടു അല്ല, ഒരു കയ്യിൽ മൊബൈൽ പിടിക്കുന്നത്. പേര് കൊടുക്കണം. നല്ലോണം ഫ്രൈ ആവട്ടെ. ഓക്കെ, ഇന്ന് ഞാൻ അജിത്തെ കൊണ്ടുവന്ന പുതിയ നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. മടിച്ചെന്നല്ല അജിത്തെ കൊണ്ടുവന്ന നൈറ്റ്. ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. പുതിയ കമ്മലി ഞാൻ കാണിച്ചതാ. ഒരു റിങ് കമ്മലി മഷിന് കൊടുത്തില്ല. അതുപോലെ റിങ്. അപ്പത്തേക്കും ഞാൻ ഇന്ന് ഇടാം എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം എനിക്ക് നൈറ്റിയാണ് കംഫർട്ട് എന്ന്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ പുതിയത് കൂടെ കിട്ടിയ വലിയ നൈറ്റ് ഇടാലോ. പുതിയത് നൈറ്റ് ഇടാൻ നിങ്ങൾ പറയൂ ഞാൻ നൈറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ചുരിദാറിടണോ? അല്ല, ഇന്നലെ സോറ് പറയേ ഇപ്പൊ നിങ്ങളൊക്കെ ചോദിക്കാൻ പോലും പറ്റൂല. ഇപ്പൊ നിങ്ങൾ ചോദിക്കാൻ പോലും പറ്റില്ല. റെസ്പോൺസിൽ കമന്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. അടുപ്പത്ത് കിടക്കണപ്പോ കഴിയാൻ ചാൻസ്. കാല് വെച്ച് ലോക്കൊക്കെ ഇരിക്കണം. കാലത്തൊക്കെ ഇതൊക്കെ കരിയണേ. അത് പൊടിയിട്ടേ എടുത്ത് കാട്ട പോക്കോ. ഫ്ലവർ കാണോ ഉമ്മി? ഉമ്മി വെയിലത്ത് കൊണ്ടിട്ട് ഫ്ലവർ കാണോ?
അരിപ്പ് കൊടുത്തപ്പോ സമാധാനം. പുതിയ തിങ്സ് വേണോ? അരിപ്പ അരിപ്പ ഇളക്കാണറിയാമോ താങ്കൾക്ക്? അളക്കാൻ വരെ ഞാൻ ഉസ്താദല്ലേ. ആക്ച്വലി ബേബി ഷൂട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടം. എല്ലാവരും പറയാറുണ്ട് ഫണ്ണായിരിക്കും എന്റെ നൈസായിട്ട് ഇവിടെ അടുക്കള തന്നെ പിടിച്ച് നിർത്താനുള്ള പരിപാടിയാണ് ഇതൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറയുള്ളൂ. എല്ലാവർക്കും ചെളികൾ കേൾക്കണം. ചെളികളല്ല ചളികൾ. സ്പൈസി വേണോ? ഇനി വേണോ സ്പൈസി? ആ വേണം, കുറച്ച് വേണം. ചിക്കൻ ടിക്ക ബോക്സ്. ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ്. This is for chicken box. Yeah. Patties. അല്ലേ? Yeah. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ചിക്കൻ പട്ടീസ്, ചിക്കൻ ബോക്സ്, ചിക്കൻ പിന്നെ വേറെന്തൊരു പേര് പറയുള്ളൂ. കഞ്ഞോട് ഗൂഗിൾ ചെയ്തിട്ട് പറയാം. അതൊക്കെ പൊടിയാ, നമുക്ക് പൊടിയുടെ ആവശ്യം. സോനു ഡിസൈഡ് ആക്കിയോ എങ്ങോട്ട് പോണോന്ന്? ഇതൊരു ഓഫർ ഇട്ടിട്ട് ഇപ്പൊ ഇതില്ലാതെ ആയല്ല. ചിന്തിച്ചോ എങ്ങോട്ട് പോണോ? ചിന്തിക്കാൻ ലാസ്റ്റ് സമയമില്ല. ബേബി യുവറാസ് ഇതുവരെ ഞാൻ നിങ്ങൾക്ക് സമയം തന്നായിരുന്നു, നിങ്ങൾ ചിന്തിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റ പോയിട്ട് വരാം അല്ലേ ബേബി? അല്ല, എന്തായാലും ഇപ്പൊ ആധാറും പാസ്പോർട്ടൊക്കെ എടുക്കണ ടൈം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് എന്തായാലും ഇതിങ്ങനെ കഴിക്കണം കേട്ടോ. അടിപൊളിയായിരിക്കും മസാല എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കബാബ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ വേറെ ടൈപ്പാണ് മസാല ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. ഇന്നലെ മറ്റേ കണ്ടിന്യൂ വീഡിയോയുടെ കാര്യം പറഞ്ഞത് ഇപ്പൊ ആൻസർ കാണുന്നത്. ഞാൻ ബേബിന്റെ അടുത്ത പറയാൻ പോയി. പറയാം പണ്ട് സോനു കൊറേ കാണുമല്ല. സോനിത്ത പാവാണ്, സോനിത്ത സുന്ദരിയാണ്, സോനിത്ത അങ്ങനെ ഇങ്ങനെ സോനിത്തയുടെ കൊറേ കമന്റ്സ് ഉണ്ടാവും. ഇപ്പൊ ഓരോ കമന്റ്സ് പോലില്ല, ഫുൾ ആൻസർ അല്ലേ. സോനു ഇടയ്ക്ക് ഫ്രീ ആകുമ്പോ വീഡിയോയുടെ കമന്റ്സ് നോക്കാൻ പോകുന്നു. സോനു പറയണേ വ്യൂവേഴ്സിനോട് ഒരു സുഖമില്ല കമന്റ് ഇപ്പൊ കാണാൻ മൊത്തം ആൻസർ. അവൻ പൊക്കി പറയണത് ഇപ്പൊ കാണില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഫുൾ കമന്റ് ബോക്സ് സോനത്തായിരിക്കുമല്ലോ. സോനു ഈസ് മിസ്സിംഗ് ദാറ്റ് ഗൈസ്. എന്തെങ്കിലും പറയൂ സോനുവിനെ പറ്റി. പറയോ നിങ്ങൾ സ്നേഹം കാണാതെ എനിക്കറിയില്ല അല്ലേ എബു? എബുനെന്താ പറയാനുള്ള പറ. എബു പറ. ഞാനില്ലേ ചിക്കനിൽ ചെയ്യുന്ന കളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഇടാണോ കുറച്ച് മസാല? കുറച്ച് ഇടട്ടെ. സോണി ഇന്നത്തെ കട്ട്ലറ്റ് കഴിച്ചായിരുന്നോ? ഇന്നത്തെ കട്ട്ലറ്റ് കഴിച്ചായിരുന്നു. അപ്പൊ ഇത് അങ്ങോട്ട് നീക്കി വെച്ചു കഴിവുകൊണ്ട്. കൈകൊണ്ട് മേറ്റൊക്കെ വേണ്ട, സൂക്ഷിക്കില്ല. നിങ്ങളെന്തെങ്കിലും ചെയ്യുന്നത് ഇതൊക്കെ സൈഡാക്കി നിർത്തും. ഇതൊക്കെ ഇവിടെ ഡേഞ്ചറാണ്. അപ്പുറത്തെ സൈഡിലോട്ട് വെക്കാം. പറ്റില്ല എന്നാലും പിടി എപ്പോഴും അല്ലേ? സോണ് തന്നെ ബെസ്റ്റാണ്. ഓടിപ്പോയി സോണ് കൊടുക്കും. സോണ് എന്താ ചെയ്തേക്കണേ. ഞാൻ കുറേ കൊഞ്ചിക്കും. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കറങ്ങി കഴിഞ്ഞാൽ ഞാൻ സ്ട്രെസ്ഫുൾ. ഷോപ്പിംഗ് പോകുമ്പോ എനിക്ക് വേണ്ടി പോടുകയാണെങ്കിലും ഞാൻ പറയും ഒന്നും വേണ്ട അങ്ങനെ ഒരു ഡ്രസ് എടുത്ത് ഞാൻ ഓടി വന്നു. ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കണേ ഞാൻ എടുക്ക് വീട്ടിൽ പോവാ. എല്ലാവരും നോക്കും. അപ്പൊ എനിക്ക് എന്തോ പേടി പോലെ കുറച്ച് എന്തെങ്കിലും പറയുമോ ആരെങ്കിലും. ഇപ്രാവശ്യം പോകുമ്പോൾ എനിക്ക് പാട്ടോടി പാട്ടോടി പാട്ടോട് പാട്ടോട്. ഡാഡി എവിടെ? ഡാഡി എവിടെ? പങ്കാ ഡാഡി എവിടെ? ഓവർ മസാല ഒന്നും ഇടണ്ട, നമുക്ക് ഇത് തന്നെ മതി. ആ ചിക്കൻ ഇട്ടിട്ട് മിക്സ് ആക്കുമ്പോൾ പൊളിയായിരിക്കും. എന്നിട്ട് വേണം സൂനൊക്കെ വേണമെങ്കിൽ പാവ ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ബോക്സ് ആക്കി കൊടുക്കാം. നമുക്ക് നോർമൽ ആക്കാം. എന്ത് പറയുന്നു?
ചിക്കൻ ഞാൻ കുഞ്ഞതായിട്ട് അഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓ ചിക്കൻ ഷവർമ ഇത് കാണുമ്പോ അങ്ങനെയൊക്കെ തോന്നുന്നു എനിക്ക്. വെറുതെ എന്റെ റെസിപ്പി അപമാനിക്കണ്ട. ആ ലൈറ്റ് ഒക്കെ ഇട്ടില്ലേ 500 വാട്ട്സിന് വല്ല വിട്ട്. അപ്പോ we'll mix all together. നല്ലതായിരിക്കും ചാൻസ് ഉണ്ട്. ഒരു ലുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതെ ലുക്ക് കാണുമ്പോൾ എവിടെയൊക്കെ കരിഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. കുറ്റം പറയാണെങ്കിൽ കരച്ചലല്ല ഞാനിവിടെ ഉണ്ട് ക്യാമറ ചെയ്തോണ്ടിരിക്കണേ. ആ പോട്ടെ 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 സാറില്ല ഇവിടെ കൊണ്ടാണ് അവിടെ പുറത്ത് തരാം. അപ്പൊ നിനക്ക് പുറത്ത് കൊടുത്താ പോരടാ. നീ അപ്പൊ എനിക്ക് കൊണ്ടല്ലേ ഡാട പുറത്ത് തരുമെന്ന് പറയുമ്പോ ഓക്കെ സെറ്റ് കളഞ്ഞു കൊടുക്കണേ. ഇനി I'm gonna add some peri peri. ആ ഇങ്ങനെ എന്താ പറയണത് കേക്കണത്? ഞാൻ നല്ല കുട്ടിയാ. സുമി ചിരിക്കരുത്. ആരാ സുമിനെ കാണിച്ചില്ലല്ലേ? സുമി എത്തിയിട്ടുണ്ട് ഗൈസ്. സുമി ഹാജിറായി. സുമി എത്തിയിട്ടിരിക്കൂല. സുമി വന്ന് നേരെ വന്ന തുടങ്ങലാണ്. അവിടെ വേറെ റെസ്റ്റ് പരിപാടി ഒന്നുമില്ല. ശിനായ കുരിച്ചിട്ട് ഇടിക്കുകയായിരുന്നു. എന്താ സുമിയാക്ക അവന്റെ എന്താണ് ഷിനാജിക്കട സ്മൈലി സ്മൈല്. വെറുതെ അല്ല ഷിനാജിനെ ഇങ്ങോട്ട് കാണാത്ത. അപ്പുറത്തെ കൈ കൂടെ ഒടിച്ചു തോന്നും. ഹലോ ഷിനാജിന്റെ കില്ലിങ് സ്മൈലൊക്കെ തന്നെയാണ് കേട്ടാ. ആ കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ചകളിലൂടെ നിൽക്കുന്നത്. എന്റെ കൊല സ്മൈല് അത് കില്ലിങ് ആണ്. എന്റെ കൊല സ്മൈല് എന്തായിട്ട് പറ. ആ പെരി പെരി മയോ. സുമിക്ക് ഇപ്പോഴും മുഖത്തുനിന്ന് ക്ഷീണം മാറിയിട്ടില്ല. അപ്പൊ എന്റെ പേരെന്തായിരുന്നു സുമി? എന്ത് പറ്റി? വാ കറച്ച് പോട്ടെ പോട്ടെ വാ ഒരാളെടുക്കാം. വാ നമുക്ക് ഷൂട്ട് ചെയ്യാം ബ്രോ. എന്താണ് പേരെന്ന്? പേരങ്ങനെ മറക്കാൻ ചാൻസ് ഇല്ലല്ലോ. എന്റെ ഫോൺ ചീത്തായിരിക്കണോണ്ട് ഞാൻ നോക്കിയില്ല. തടുപ്പിന്ന് കരിയില്ലല്ലേ? ഞാൻ ഇളക്കി കൊടുക്കണോ? ഞാൻ പിന്നെ ഇളക്കളതിന്റെ താഴത്ത് എന്താല്ലേ സുമി അപ്പൊ തന്നെ മൊബൈലൊക്കെ എടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? മൊബൈലൊക്കെ എടുത്ത് നോക്കിയിട്ട് അങ്ങനെ പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഏറ്റെടുത്ത സ്മൈല് കണ്ടോ? വല്ല ജിപ്പ് എന്താ പറ്റിയ ബ്രോ? എബ്രോ 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 എവിടെ? എന്ത് പറ്റിയ ബ്രോ? അല്ല 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 മിക്കവാറും ഇതെല്ലാം ഞാനുണ്ടാക്കുമെന്ന് പറയും. അവസാനം ഞാനുണ്ടാക്കേണ്ടത് ഞാൻ പറയും ഞാനുണ്ടാക്കിയത്. ഞാൻ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഉണ്ടാക്കിയതാവും അറിയാലോ. ഡ്രൈ ആയിരുന്നു. സോസ് ആയിട്ടിരിക്കണം. സോസ് ഒഴിക്കണം. അപ്പൊ വേണ്ട ട്രൈ ആണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാൻ മതി.
ചാറ, ചിക്കൻ ചാറ. ഞാനിപ്പോ ഈ ചട്ടകത്തിലുള്ള മൊബൈൽ വെച്ച് ഇങ്ങനെ പഠിച്ചിട്ടേ സത്യം ഞാനിപ്പോ ചെയ്യാൻ പോയതാ. ഞാൻ പെട്ടെന്ന് തന്നെ നോക്കിയേ ചട്ടത്തിൽ പറ്റി പിടിച്ചിരിക്കണ അവനാ മൊബൈൽ സൈഡ് വെച്ച് പഠിച്ചിട്ടാ പോയത്. എനിക്ക് മാത്രല്ല കിച്ചന് എന്താണ് നീ മഷ്മീനെ പോലെ പറയണൊന്നും കിട്ടല്ലോ. എന്ത് അയ്യോ ഞാൻ അങ്ങോട്ടാ ഷൂട്ട് ചെയ്തിട്ടിരിക്കും. നീ പോയാ അവിടുന്ന്. ഞാനിവിടെ നീ അതിനിടയ്ക്ക് ഫ്രൈ ചെയ്ത് പോയി. ഞാനിവിടെ ഇന്നെ ഇളക്കിക്കൊണ്ടിരിക്കണല്ലേ. എന്താ സുന മനസ്സിലായില്ല. എന്നതായിട്ടാ ഓക്കെ. അതിരുന്ന് നോക്കണത് ആരായിട്ട് ആരാണിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് അയച്ച് കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് സിരാജ് കാണിക്ക. അയ്യോ ഈ ഞാൻ മിററിലേക്ക് ഷോർട്സ് ടീഷർട്ടൊക്കെ അടിച്ചിരിക്കണം. അപ്പോ നമ്മൾ ബോക്സ് ഉണ്ടാക്കാം. ബോക്സ് ഉണ്ടാക്കാൻ പ്ലസ് ആണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പ്ലസ് ഉണ്ടാക്കിയാൽ നമുക്ക് ബോക്സ് ഉണ്ടാക്കാൻ പറ്റുമോ? ഗൈസ്, അപ്പോ ഇന്നലെ സോന ഒരു കസ്റ്റർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കസ്റ്റർഡ് പോയിട്ട് അത് കസ്റ്റർഡ് പുഡിംഗ് ആയി ഫ്ലോപ്പ് ആയിരുന്നു. അപ്പൊ ഇന്ന് അത് നമ്മൾ വേസ്റ്റ് ചെയ്യാണ്ടാകുമെന്ന് വിചാരിച്ചു കുറച്ച് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കസ്റ്റർഡ് ഡ്രിങ്ക് ആക്കി. അവിടെ ഇരിക്കേണ്ട സംഭവം ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താ സാധനം പുഡി പോലെ എനിക്ക് ഇഷ്ടമല്ല. ഉള്ള ബിസിനസ് തന്നെ ചെയ്യാൻ നേരം. ഞാൻ വായ വെക്കാൻ പോയെന്ന് വിചാരിച്ചു. എങ്ങനെ ബോക്സ് ഉണ്ടാക്കണേ നോക്കൂ. പ്ലസ് പോലെ വെച്ച് മതി. ഇച്ചിരി ഇച്ചിരി ഓക്കെ. ഇങ്ങനെ ഇട്ട് കാണുന്നില്ലല്ലേ ഒന്നും കാണണ്ട. ടൈറ്റ് ഫോളാക്കി. ഓക്കെ, എന്താ ബേബി സൈലന്റ് ആയിട്ടിരിക്കണേ? കുഞ്ഞിനെ എടുക്കണ വ്ളോഗല്ലേ ഇഷ്ടം. അതാണ് നമുക്ക് ഈ നോമ്പൊക്കെ അറിയാനും നമ്മൾ കുറച്ച് അടങ്ങിയിരിക്കാനും. അപ്പൊ ഒരു ബോക്സ് റെഡി. ഇങ്ങനെ തന്നെ ഞാൻ എല്ലാം ഉണ്ടാക്കും. ഓക്കെ, അതുവരെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണ്ട. നിങ്ങൾ നിങ്ങളെ പണി നോക്കൂ ഗൈസ്. എന്നെ നോക്കിക്കൊണ്ടിരുന്ന നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ നോമ്പ് തന്നെ നടക്കണേട്ടാ. കമന്റ് നിങ്ങൾ എപ്പോഴാണ് എന്റെ വ്ളോഗ് ആണ് നോമ്പ് തുറന്നിട്ടാണ്? ഞാൻ പറയാം അവര് പറഞ്ഞ ആൻസർ. ഞാൻ നോമ്പൊക്കെ തുറന്ന് നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞ് എന്നിട്ട് കുറച്ചേരം കാണാം. അത് കഴിഞ്ഞിട്ടേ നോക്കുള്ളൂ. ചിലത് പറയും അത്താഴപ്പടി എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴാ. ഞാൻ ഉദ്ദേശിച്ച അത്താഴം കഴിക്കാനുള്ള പണി. അതൊരു പണിയാണ്. അത് അത്താഴത്തിനുള്ള പണി ഉദ്ദേശിച്ച. അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ എന്റെ ബർത്ത്ഡേ ആണ്. അതിനെ ഉദ്ദേശിച്ചത് ഇങ്ങനെ ആദ്യത്തെ വീഡിയോ ആണ് ഈ വർഷത്തേതോ എന്റെ ബർത്ത്ഡേ ആദ്യത്തെ അങ്ങനെ ഉദ്ദേശിച്ചത്. ഇപ്പോഴും പറയാൻ പറ്റുള്ളത് ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് എന്റെ ബർത്ത്ഡേ. അല്ല, ആദ്യത്തെ വീഡിയോ ഇടുന്നത് എന്റെ ബർത്ത്ഡേ ആണെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഉദ്ദേശം പറഞ്ഞു വന്നപ്പോ പറയുന്നത്. പക്ഷെ അത് കണ്ടുപിടിക്കുകയും ചെയ്തെല്ലാരും. നീ കമന്റ് ഇട്ട് എബ്രോന്റെ ഫെബ്രുവരി എല്ലാ ആവശ്യം അല്ല, ഫെബ്രുവരിന് മുമ്പ് ഫസ്റ്റ് തന്നെയായിരുന്നു. മാർച്ച്. ഇപ്പൊ എബ്രോണ് ഫസ്റ്റ് വന്നത് ഫെബ്രുവരി. എബ്രോണ് ഫസ്റ്റ്. ഓ, ചെറുക്കൻ ഒരു രക്ഷയില്ല ഇപ്പൊ. പാവം ഉറക്കത്തിന്റെ ആയിരുന്നു കേട്ടോ നേരത്തെ. ഇപ്പൊ ഞാൻ ഉറക്കി വന്നവന്. അവന് വിചാരിച്ചത് നടന്നില്ലെങ്കിൽ അങ്ങനെ കച്ചവടമായിരിക്കും. അപ്പൊ അവന്റെ കാര്യം എന്താണെന്ന് നോക്കിട്ട് പിന്നെ ഞാൻ വരും വീണ്ടും. അപ്പൊ ഞാൻ കൊറേ ഉണ്ടാക്കാൻ പോണില്ല കേട്ടോ. വെറുതെ ബാക്കി വരും. ഇച്ചിരി ഉണ്ടാക്കുള്ളൂ. ഇച്ചിരി ഉണ്ടാക്കിയാണ്ട്
എന്റെ പിള്ളേർ എന്റെ തല കയറിയിരിക്കും മിച്ചുണ്ടായി കഴിക്കാൻ കിട്ടില്ല അങ്ങനെ ഇങ്ങനെ കുറെ ഉണ്ടാക്കുമ്പോൾ ഒന്നും വേണ്ട. ഓക്കെ, ഇങ്ങനെ സെറ്റാക്കട്ടെ എല്ലാം. എനിക്ക് കരിക്കുള്ള കത്തിയുമാണ് ഇത് വന്നത്. എന്തറിയോ, നമ്മൾ ബോക്സ് ഉണ്ടാക്കിയില്ല, അതിന് കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ 4 ബ്രെഡും ഉണ്ടായിരുന്നു. അത് വെച്ച് അപ്പൊ നിങ്ങൾ തിന്നറുതാട്ടാ ബുദ്ധി എന്റെ ബുദ്ധി നിങ്ങൾ ഇതാക്കണ്ട. അപ്പൊ ഓൾറെഡി സൈക്ക് ബുക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കില്ലേ സൈ. അപ്പൊ ഇത് കട്ട്ലറ്റിനുള്ളതാണ്. ഞാൻ ഇപ്പൊ മൂടി വേവിക്കാൻ പോണ്. ബീഫും പൊട്ടറ്റോ ഒന്നിച്ച് അല്ല, ഒന്നിച്ചാണ് ഇടാറ് എല്ലാരും. പക്ഷെ ബീഫ് അങ്ങനെ നമുക്ക് ബീഫിന് കുറെ വിസിൽ വേണം. അങ്ങനെ ഒന്നിച്ചിട്ടില്ല. ബീഫ് ആദ്യം വേവിച്ചു കുറച്ച്. ഇപ്പൊ പൊട്ടറ്റോ അതിലിട്ടിട്ട് വീണ്ടും 2 വിസിൽ വേവിക്കും. അല്ലെങ്കിൽ ബീഫിന്റെ കൂടെ ഇട്ടാൽ 4-5 വിസിലാക്കുമ്പോ ഇത് ഭയങ്കര വളവളാവും. പൊട്ടറ്റോത്തിന് അത്ര വേവില്ലല്ലോ. സോ ഇപ്പൊ ഞാൻ ഓപ്പൺ ആക്കി ഒന്നുകൂടെ ഐ എം ജസ്റ്റ് ക്ലോസിംഗ് ഇറ്റ്. ഓക്കെ, ക്ലോസ് ചെയ്ത് വെച്ചിട്ട് മാറിയിട്ട് വിസിലടിച്ചാൽ ചുമ്മാ വിസിലടിക്കും അല്ലേ? ക്ലോസ് ചെയ്തിട്ട് മാറി വിസിലടിച്ചാൽ മതി. അപ്പോ അത് കട്ട്ലറ്റിനുള്ള മസാല. ഓക്കെ ഗൈസ്, ഇതൊക്കെ ചെയ്യാം നമുക്ക്. പക്ഷെ ഇത് ഉച്ചയായി. ഇപ്പൊ എബുന്റെ ഫുഡ് ടൈം ആണ്. ഹിസ് വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്, സോ ഐ ഹാവ് ടു പ്രിപ്പയർ ഹിസ് ഫുഡ്. അപ്പൊ നമുക്ക് എബുന്റെ ഫുഡ് പ്രിപ്പയർ ആക്കാം. ഓക്കെ ഗൈസ്, ഇങ്ങനെ എബ്രു വന്ന പിന്നാണ് ഇത് സോളിഡ് സ്റ്റാർട്ട് ആക്കിയത്. ഞാനൊരു 6 months കഴിഞ്ഞപ്പോഴാണ് സോളിഡ് സ്റ്റാർട്ട് ആക്കിയത്. അതുവരെ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് ആയിരുന്നു. അപ്പോ സോളിഡ് സ്റ്റാർട്ട് ആക്കിയ നെക്സ്റ്റ് ഡേ മുതൽ എവ്രിബഡി വാസ് ലൈക്ക് മഷത്തെ എന്ത് ഫുഡാണ് കൊടുക്കണേ എബ്രുന്, എന്ത് ഫുഡാണ് കൊടുക്കണേ എബ്രുന്ന് ചോദിച്ചോണ്ട്. എനിക്ക് ആക്ച്വലി ഇതുവരെ ടൈം കിട്ടിയിട്ടില്ല. ഒരുപാട് കമന്റ്സ് വരാറുണ്ട്, എനിക്ക് വരെ മെസ്സേജ് വരെ വരാറുണ്ട്. യു ടോൾഡ് മീ കാണിക്കുക. എനിക്ക് ഒന്നാമത് ടൈം കിട്ടിയിട്ടില്ല. പിന്നെ ദ സെക്കൻഡ് തിങ് ഈസ്, ഇപ്പൊ എബ്രുന് പറ്റുന്ന ഫുഡ് എല്ലാവർക്കും പറ്റണമെന്നില്ല. നിങ്ങളുടെ ബേബീസിന് പറ്റണമെന്നില്ല. അപ്പൊ ഞാനെന്ന് പറയുമ്പോൾ വീട്ടില് എനിക്ക് ഇങ്ങനെ തോന്നും ലൈക്ക് ഹെൽത്തി ആയിരിക്കും ഇത് കൊടുത്താൽ. സോ ഐ ജസ്റ്റ് ട്രൈ. ഇച്ചിരി ഉണ്ടാക്കി അവന് കൊടുക്കുമ്പോൾ അത് അവന് ഓക്കെ ആവും. ചില ഫുഡ് അവന് ഇഷ്ടപ്പെടൂല. ഞാൻ ഐ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. 1-2 പ്രാവശ്യം കൊടുത്ത് നോക്കും. അവന് ഇഷ്ടമായില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. അങ്ങനെ ഇതുവരെ ഇപ്പൊ അവന് 1 year ആയി. ഇതുവരെ ഞാൻ അങ്ങനെ ലൈക്ക് പുറത്തുനിന്ന് റെഡിമെയ്ഡ്സ് ഒക്കെ കിട്ടുമല്ലോ, അങ്ങനെ ഒന്നും അത്ര യൂസ് ചെയ്യാറില്ല. സിർലാക്ക് ഒക്കെ ഞാൻ മേടിക്കും. ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഇന്നലെ ആന്റിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ മേടിക്കും. പക്ഷെ പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ആവശ്യം വരും. ഏർജന്റ് അവന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഹോട്ട് വാട്ടർ ഉണ്ടെങ്കിൽ മതിയല്ലോ. കാറിലിരിക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ കൊടുക്കാറില്ല. വീട്ടിലാകുമ്പോൾ ഐ ഡോണ്ട് ഗിവ് ഔട്ട്സൈഡ് ഫുഡ്, മെഡിക്കൽ ഫുഡ് ഞാൻ കൊടുക്കാറില്ല. വീട്ടിൽ നിന്ന് എനിക്ക് എന്ത് ഹെൽത്തി എന്നാണ് തോന്നുന്നു. വെജിറ്റബിൾസ്, റൈസ്, അതൊക്കെ പിന്നെ പേൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഈ ഇടയായിട്ട് ഒരു ഡോക്ടർ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വിത്ത് ഫാമിലി. അവര് ബേബി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് നമ്മളെ കാണാനാണ് വന്നത്. ആക്ച്വലി ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ ദി സ്റ്റോറി ടു യു. നമ്മളെ കാണാനാണ് വന്നത്. അപ്പോ ദേ ഗോട്ട് ദിയർ പ്രോഡക്റ്റ്. അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ്, ബേബി പ്രോഡക്ട്സ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഹോം ബിസിനസ് ആണ് അവരത്. പക്ഷെ ദേ ഹാവ് ഫുള്ളി ലൈസൻസ്ഡ് ആണ് ബിക്കോസ് ഷീസ് എ ഡോക്ടർ. അപ്പൊ ഞാൻ അവരുടെ ബ്രാൻഡ് ആദ്യം കാണിച്ചു തരാം. നിങ്ങൾ അറിയായിരിക്കും, ഇറ്റ്സ് ക്വൈറ്റ് ഫേമസ് ബ്രാൻഡാണ്. മമ്മ, പപ്പ ആൻഡ് സേ. പല ഐറ്റംസ് ആണ് ഇവരുടെ ഉള്ളത്. ഇത് ഞാൻ 3rd times ആണ് അവരിന്ന് വർത്തിക്കണം. ആക്ച്വലി അവരെ ബനാന മിക്സ്, നട്ട്സ് പൗഡർ, ബനാന പൗഡർ, കാരറ്റ് ആൽമണ്ട്, ഡേറ്റ്സ് പൗഡർ, സ്പ്രൗട്ടഡ് റാഗി വിച്ച് ഇസ് എവ്രീസ് ഫേവറേറ്റ് ആക്ച്വലി, റാഗി, ന്യൂട്രി മിക്സ് എല്ലാം ഉണ്ടാവും. ഇത് മാത്രമല്ല കുറേ അധികം പ്രോഡക്ട്സ് അവർക്കുണ്ട്. ഇതിന്റെ കാര്യം ഞാൻ പറയാം. അങ്ങനെ വീട്ടിൽ നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷീ ഗോട്ട് ദിസ് പ്രോഡക്റ്റ്. എപ്പോഴും ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടുമോന്ന്. അതുവരെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ പുറത്തത്തെ. ലിറ്റിൽ ബിറ്റ് സ്കെയർഡ്, ബട്ട് സ്റ്റിൽ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഞാൻ കുറച്ച് കൊടുക്കാൻ തുടങ്ങി. ഹി യൂസ് ടു ഈറ്റ്. ഈ റാഗി ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാവാൻ തുടങ്ങി. വേറെ ക്യാരറ്റ് ആൽമണ്ട് ഓട്സ് ഉണ്ടല്ലോ, രാവിലെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കും. അവന് മൊത്തത്തിൽ കഴിക്കാൻ തുടങ്ങി. കുറച്ച് വീട്ടിലൊക്കെ ആക്കുന്നത് ബാക്കിയൊക്കെ വെക്കുമല്ലോ, നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഡ്ഡലി ഒക്കെ അരച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ബാക്കിയൊക്കെ വരും. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി തിന്നാൻ തുടങ്ങി. ഒരുപാട് ഇൻട്രസ്റ്റഡ്. അപ്പൊ ഞാൻ ഇതിനെ പറ്റി കൂടുതൽ ചോദിക്കാൻ തുടങ്ങി അവരുടെ അടുത്ത്. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിലത്തെ ബിസിനസ് ആണ്, പക്ഷെ ഫുള്ളി ലൈസൻസ്ഡ് ആണ്. നമുക്ക് വീട്ടിലെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ പല ആൾക്കാരും ഇതൊരു ട്രെൻഡ് ആയിരിക്കണം. ഇപ്പൊ ബേബീസിന്റെ ഫുഡ് വലിയ ഫാക്ടറീസിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അവരെ ഓൺ ബ്രാൻഡായിട്ട് അവർ എടുക്കും. പക്ഷെ അത് ഹോംലി ചെയ്യണതല്ല. ഇപ്പൊ എല്ലാം അങ്ങനെയാണ് എല്ലാവരും ബിസിനസ് ചെയ്യുക. പക്ഷെ ഇവര്
ക്യാരറ്റ് കൊണ്ടുവരുന്നതാണെങ്കിലും അത് ഉണക്കണ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും എല്ലാം ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരുന്നിട്ടാണ് ചെയ്യണം. അത് ദാറ്റ് ഫെൽറ്റ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് എനിക്ക്. അപ്പോൾ ഞാൻ ഇതിനെ പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് ആ മൈൻഡിൽ വാവ് നൈസ് അടിപൊളിയാണ്. 100% ഹോംലി ഫുഡാണ്. പക്ഷെ ഹോംലി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും തട്ടിക്കൂട്ടി ഉണ്ടാക്കണാണെന്ന്. നോ, ഷീസ് എ പ്രൊഫഷണൽ ആണ്. എല്ലാ ലൈസൻസ്ഡ് ഉണ്ട്, ഫുഡിന്റെ എല്ലാ ലൈസൻസ്ഡ് ഉണ്ട്. അപ്പോഴാണ് എനിക്ക് അടിപൊളി. അപ്പോൾ വീണ്ടും സെക്കൻഡ് സെറ്റ് ഞാൻ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് എന്നാലും നിങ്ങൾ ചോദിക്കണല്ലേ, സോ ഐ വാണ്ടഡ് ടു ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദിസ് പ്രോഡക്റ്റ്. അപ്പോൾ ഇത് എന്തായാലും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പോണേനെ കൂടെ. ഇന്ന് നമുക്ക് ബനാന പൗഡർ എടുക്കാം. ബനാന പൗഡർ എടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഇന്ന് ഞാൻ ബനാന പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവരുടെ പ്രോഡക്ട്സിന്റെ പ്രത്യേകത എന്താ അറിയോ, നമുക്കിത് കുറുക്ക് തന്നെ ആക്കി കൊടുക്കണമെന്നില്ല. ഞാനിപ്പോൾ കുറുക്കാക്കുന്നത് എബ്രുന് കുറുക്കാണ് അവൻ പ്രിഫർ ചെയ്യണത്. ഭയങ്കര ഇഷ്ടമാണ് അവന് കുറുക്ക്. നിങ്ങൾക്ക് ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെ ആക്കി കൊടുക്കാൻ പറ്റും. എസ്പെഷ്യലി ഈ ന്യൂട്രി മിക്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതിന് നിങ്ങൾ പിള്ളേർക്ക് എന്താണ് ഇഷ്ടം അത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇത് എബ്രുന്റെ ഏജിന് മാത്രമല്ല, വലിയ പിള്ളേർക്കും കൊടുക്കാൻ പറ്റും. സൈഗൊക്കെ അതിൽ പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ കിഡ്സിന് ഭയങ്കര ഇഷ്ടപ്പെടും ഇത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് പൗഡർ ഇടാം, നട്ട്സ് പൗഡർ ഇടാം. ഞാൻ കുറച്ച് നെയ്യൊക്കെ ഇടാറുണ്ട്. എങ്ങനെ വേണമെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം നിങ്ങൾക്ക്. ആക്ച്വലി ബേബി പ്രോഡക്ട്സിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയ ഒരു ബ്രാൻഡാണ് മമ്മ പപ്പ ആൻഡ് സീ. ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ, കഴിച്ചിട്ട് അവിടെ നല്ല ഹാപ്പി ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്ത പരിപാടിയൊക്കെ എനിക്ക് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡ് ബേബി ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഐ വുഡ് ലവ് ടു സജസ്റ്റ് ദിസ് ബ്രാൻഡ് ആക്ച്വലി. അപ്പോൾ അവർക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, വാട്സപ്പ് നമ്പർ ഉണ്ട്. വാട്സപ്പ് വഴിയാണ് അവർ ഓർഡേഴ്സ് എടുക്കാറ് ആക്ച്വലി. പിന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി അവർ മെസ്സേജ് അയക്കും, ഷീൽ സെൻഡ് ഇറ്റ് ടു മീ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതാം, അതിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇൻസ്റ്റഗ്രാമും ഉണ്ട്, അതും ഞാൻ ടാഗ് ചെയ്യാം, ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് എനിക്ക് അറിയാൻ നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് പൊരിക്കാനുള്ള സമയമായിട്ടുണ്ട്. ടൈമായിന്നാണ് ഉദ്ദേശിച്ചത്. സോന എന്തോ ബിസിയാണ്, അപ്പോൾ ഇല്ല എന്നെ തിരുത്തിയാണ്. അപ്പൊ ഒരു എഗ് എടുത്തു. എന്തായിരുന്നു അറിയോ, എന്നെ മോണ്ട ഭയങ്കര സങ്കടം. അല്ലാക്കാൻ മുസാല വിളിച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട്. എഗ്ഗു ഫുഡൊക്കെ കഴിച്ച് കുളിപ്പിക്കുമ്പോഴേ സൈഡിന് വളർത്തുണ്ടാവും ചിലപ്പോ ഇറങ്ങുമ്പോ തന്നെ. ഓക്കേ, അവസ്ഥ അല്ലാതെ പഠിപ്പിച്ചിട്ട് ഇപ്പൊ കുട്ടിക്ക് മൊത്തം ഫ്രഷ് ആയപ്പോ അല്ലാക്കണം. ഇപ്പൊ ഞാൻ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാലോ ഇന്ന് ഫ്രഷ് ആക്കി. അപ്പൊ അങ്ങനെ കറിഞ്ഞോണ്ടിരിക്കണ എനിക്ക് എന്താ തല പോണില്ല. അങ്ങനെ എന്താ. അപ്പൊ മാളില് പോയി ഞാൻ റൂമിൽ കൊണ്ടുപോയി മുസാലൊക്കെ ഒന്ന് താഴ്ത്തി ഇങ്ങനെ ചേരിന്ന് ഞാൻ വിരിച്ചു കൊടുത്തു. എന്നിട്ട് മക്കനെ എടുത്തിട്ട് എന്റെ കയ്യിൽ തരണം ഇടാൻ. ഞാൻ ഇപ്പൊ വരാം, നീ കള്ളലാക്കി. ബേബി ഉണ്ടാവും മാള്, ബേബിയും സുനും ഉണ്ട്. ഞാൻ എപ്പോ വരാം, നീ അള്ളാക്കി കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മുസാലയിൽ ഇങ്ങനെ കേൾക്കൊണ്ടിരിക്കണേ. അപ്പൊ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അതില്. പിന്നെ പെപ്പർ പൗഡർ. ഇതെന്തറിയോ, നമ്മളെ കട്ട്ലറ്റ് പൊരിക്കാനുള്ളത്. പിന്നെ എപ്പോഴെന്തോ പറയണ്ടോ മറന്നു പ്ലീസ്. അപ്പൊ കുറച്ച് പെപ്പർ ഇടാം. സ്വാമി ഇത്ത പറഞ്ഞില്ലേ വ്ലോഗില് എന്തോ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കണം. സീരിയസ് ആയിട്ടൊരു കാര്യം ഇപ്പൊ തന്നെ ചോദിക്കണം. എന്തോ ഇപ്പൊ കാണിച്ച ഞാൻ മൊത്തം മെസ്സോ എന്തൊക്കെ പറഞ്ഞല്ല. അല്ല, അവർക്ക് അയക്കാനുള്ളതെന്ന് പറഞ്ഞു. After that, നമുക്ക് പറ്റൂലല്ലോ. Comes once we give the unlisted links. അപ്പൊ ടോട്ടൽ എത്രയായിരുന്നു? ഡെലിവറബിൾസ് എന്താ? ഡെലിവറബിൾസ് എന്താ? എനിക്കെന്താ അതാ പറഞ്ഞ പിന്നെ നോക്കാം. ഇപ്പൊ ടൈമില്ല നോക്കാൻ.
ഗൈസ്, അപ്പോ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് 3 സ്നാക്ക് ആണ്. ചിക്കൻ ബോക്സ്, പിന്നെ എന്തൊക്കെയാണ്, ചിക്കൻ ബോക്സ്, കട്ട്ലെറ്റ് ആൻഡ് സാൻഡ്വിച്ച്. സാൻഡ്വിച്ച് ഫ്രൈ ചെയ്യാനില്ലല്ലോ. ആദ്യം ഞാൻ ചിക്കൻ ബോക്സ് ഫ്രൈ ചെയ്തെടുക്കാം. ആക്ച്വലി സുമി ഇന്ന് നോമ്പ് തുറക്കാനുണ്ടാവുന്ന അറിഞ്ഞൂടാ. നോമ്പ് തുറന്നിട്ട് വീട്ടിൽ പോകുന്നു പറഞ്ഞു. വീട്ടിൽ പോയിട്ട് നാളെ മറ്റന്നാൾ അങ്ങനെ വരാം. ഇപ്പൊ ഇവരൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഭയങ്കര പോയാൽ അല്ല സോനു? സുമിയൊക്കെ ഉണ്ടായിട്ട് ഇന്ന് നീ വരാനില്ല തോന്നുന്നു. വീഡിയോ അടുത്താൾ പറഞ്ഞു. സുനോച്ചോണ്ടിരിക്കും എപ്പോ എന്തോ കുട്ടക്കേട്ട് ഉണ്ടാക്കണ്ടെന്ന്. എപ്പോ ഡോ പോയാ സുമി? ഇപ്പൊ എന്റെ ഷോള് കിട്ടി. കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നതാ. എന്നെ എനിക്കൊരു 4:30 വരെ ഐ വാസ് ഓക്കെ, എല്ലാം ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ടയർഡാണ്. കുടിക്കാനാണ് തോന്നുന്നത്. കുടിച്ചിട്ട് കവ കെട്ടിട്ടാണ് എനിക്ക് വയ്യ. അതെനിക്കാണെങ്കിൽ വോമിറ്റ് ചെയ്യണ പോലെ എനിക്ക് ഭയങ്കര ഫീൽ ആവും. അപ്പൊ നേരത്തെ ആരോ AC ക്ലീൻ ആക്കുന്ന ആൾക്കാരോ അല്ലെ എന്തോ ക്ലീൻ ആക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരോ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കോൺസെൻട്രേഷൻ കൊടുത്തില്ല. അപ്പൊ അവരോട് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്. ഭയങ്കര എന്തോ ഒരു ഫീൽ ആവും. എന്താണ് എന്നെ ചൂടാവണ്ടേ? ടൈമായി. പിന്നെന്താ വിശേഷങ്ങൾ? ഇന്ന് ആക്ച്വലി അത്ര അധികം പണിയൊന്നുമില്ലായിരുന്നു. നമ്മൾ പെട്ടെന്ന് നേരത്തെ തുടങ്ങിയായിരിക്കും സമാധാനം ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ലേറ്റ് തുടങ്ങുമ്പോഴാണ് ഹരിവരിയാണ്. ഇനി ഇച്ചിരി ഉണ്ടാക്കിക്കൊണ്ട് നോക്കിക്കോ, തലക്കിടിയായിരിക്കും. അല്ലെങ്കിൽ ആർക്കും ഒന്നും വേണ്ട. ഞാൻ ചിക്കൻ്റെ ഇത് കുറച്ച് കൂടുതലുണ്ടാക്കിയാൽ മതി. നഗറ്റ്സ് ഇല്ലേ, അതും വേണം. അത് കുറച്ചില്ല, കുറച്ചില്ലല്ലേ വേണം. അതൊക്കെ തിന്നോ? ഞാനും അതായിരിക്കും തിന്നണം. മീൻ എനിക്ക് ഞാൻ ഇത് മുമ്പും പറഞ്ഞു, എനിക്ക് ഈ നോമ്പില് കടികളോട് നോ താല്പര്യം. കാണുമ്പോ തന്നെ വേണം. ചില വീട്ടിലൊക്കെ കടികളെ ഉണ്ടാവൂലോ, ഫ്രൂട്ട്സ് കൊണ്ടായിരിക്കും. ഓ അങ്ങനെയായിരുന്നാ പറ്റിച്ച 3 മിക്സ് വേണമായിരുന്നു. 3 കൂടി ചിക്കൻ ബോക്സ്. ഞാൻ ഒറ്റ പാക്കറ്റ് മിക്സ് ആയി. ചിക്കൻ നഗറ്റ്, ഗാർലിക് ഫിംഗർ എടുക്കാറ്. ചിക്കൻ അത് പൊരിക്കേ. ചിക്കൻ ഗാർലിക് ഫിംഗർ. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്തൊക്കെയായിരുന്നു ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നത്? ഇപ്പൊ സോൺ എടുത്ത പാക്കറ്റില് 3 ഐറ്റം ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? നീ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ. നമുക്ക് നോക്കണം വീഡിയോ. എന്തൊക്കെയാ അതാണ് എനിക്ക് ക്വസ്റ്റ്യൻ. കുറച്ചിട്ട് വേണം ഇതിന്റെ അടുത്ത് വിട്ടു പോവാൻ. ഇപ്പൊ സുനിയുടെ എന്തൊക്കെ കുട്ടൊക്കെ ഒപ്പിട്ടുണ്ടോ? ഒരു ഗാർലിക്കിന്റെ ഒക്കെ സ്മെല്ല് വന്നിട്ടുണ്ട്.
പിന്നെ എന്താ ഗൈസ്, നിങ്ങളുടെ നോമ്പ് ഇതുവരെ ഇത്ര വരെയായി? കമന്റ് ഇടും സോറി, നിങ്ങളെ കമന്റ് ഇല്ലാതെ നിങ്ങളുടെ കമന്റ് ഒന്നും കാണാണ്ട് രസമില്ല. എപ്പോ നോക്കിയാലും കുറെ ആൻസറുകളുണ്ട്. നമുക്ക് നിങ്ങളുടെ ലവല്ലേ കാണേണ്ടത്, നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം, അതാണ് കാണേണ്ടത്. ഒരിക്കഴിഞ്ഞപ്പോ സംസാരിക്കാം. ഇത് കുളത്തിൽ പിടിക്കാൻ ഇതൊന്നും കഴിയില്ലെന്ന് തോന്നുന്നു. സോൺ പറഞ്ഞില്ലേ പണ്ട് ഒരു മുസ്ലിംസ് നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു, നോമ്പിലൊക്കെ പോവണി അപ്പുറത്തെ വീട്ടിലും ഉമ്മടെ വീട്ടില് ഞാൻ പോവായിരുന്നു. അവിടെ പോവും. അപ്പൊ ഞാൻ ഫസ്റ്റ് വിചാരിച്ചെന്താന്നറിയോ, അവിടെ നോമ്പുറക്കുമ്പോ ഇതുപോലെ അപ്പൊ ഗ്ലാസ്സിൽ ഇങ്ങനെ കസോസും ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏതൊരു കസിൻസ് ആണെന്ന് നോമ്പോറ എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ ഏതോ കസിൻസ് ഒരു ആന്റി എന്നോട് പറഞ്ഞു അത് തവളയുടെ കുഞ്ഞുങ്ങളാണെന്ന്. ഞാൻ കുടിക്കൂല, അയ്യോ ഞാൻ കുടിക്കൂല. അപ്പൊ ഇല്ല നല്ല ടേസ്റ്റ് ആണ്, കുടിച്ചു നോക്കുന്നല്ലേ. ഞാൻ നാരങ്ങളത്തില് കസേഴ്സ് ഇട്ടതല്ലേ, അറിഞ്ഞൂടല്ല നമുക്ക് അങ്ങനെ കസേഴ്സ് ഒക്കെ ഇട്ട് വെള്ളം കുടിച്ചിട്ടില്ല. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ നോമ്പിൽ ഇതുപോലെ തുറക്കാൻ പന്തേറ്റ് പോയപ്പോ ഞാൻ കുടിച്ചപ്പോ നല്ല ടേസ്റ്റ്. ഭാഗ്യത്തിന് തവള കുഞ്ഞുങ്ങളെ കണ്ടിട്ട് തിന്നായിരുന്നു ഞാൻ. അല്ല ഇതുപോലെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കണ തവളത്തിന്, ഈ തവള കുഞ്ഞുങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഡോട്ടോട്ടായിട്ടല്ലേ കിടക്കണം മുട്ടകള്. ഭാഗ്യത്തിന് അതൊക്കെ എടുത്ത് കുടിക്കാത്ത വലുതായപ്പോഴാ മനസ്സിലാവും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ പറ്റിച്ചത് ആരായിരുന്നാവൂ എന്ന് വിചാരിക്കും. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ കുടിച്ചിരുന്നു എന്തോ ടേസ്റ്റ്, നാരങ്ങളത്തിലിങ്ങനെ ഡോട്ടോട്ടായിട്ട്. അതൊരു കാര്യം എല്ലാം വേണോ ഇത്? അടുത്തോട്ടൊന്നും വീഴണം എല്ലാം വേണമെന്ന് ഞാൻ തിന്നൊന്നും വിചാരിച്ചു. എനിക്ക് എല്ലാം എടുക്കാം, ഇവർ തിന്നില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. വന്നും പോയി തിന്നാം, പോയി തിന്നും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പണ്ടത്തെ കഥ എന്തെങ്കിലും പറയാനുണ്ട്? സ്കൂൾ ഡേയ്സ് എന്റെ എല്ലാ കഥ കേൾക്കാനാണ് ഇഷ്ടം. ആ എന്റെ കഥ കേൾക്കാനാണ് ഇഷ്ടം. സത്യം പറയൂ, എന്തെങ്കിലും കമന്റ് ചെയ്യൂ. ഞാൻ പറയാം. ഒന്നുമില്ല, എനിക്ക് എന്തെങ്കിലും കഥകളൊക്കെ വേണമെങ്കിൽ എന്നെ ചോദിച്ചു, ഞാൻ പറയാം ഓരോന്നും. സോണിന്റെ സ്കൂൾ ഡേയ്സ് ആണ് ഇഷ്ടം, +1 +2 ആ ഇതാണോ? ഇവനെല്ലാം സെയിം സ്കൂൾ. ഗൈസ്, നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകൾ, നിങ്ങളുടെ സമ്മാനങ്ങൾ റെഡി. അപ്പൊ അതായത് നമുക്ക് ചില ദിവസമൊക്കെ നമ്മൾ 5 പേരല്ല ഒരു ദിവസം സെലക്ട് ചെയ്ത്. ചിലപ്പോൾ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യാൻ അനൗൺസ് ചെയ്യണവര് ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും, 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നല്ലത്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇത്ര അധികം ഉള്ളത്, തെറ്റിദ്ധരിക്കേണ്ട. അപ്പൊ ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇനി നിങ്ങൾക്കുള്ളത് വരും. അവന്റെ നിസ്കാരം കഴിഞ്ഞു. സമാധാനായ, റിലാക്സ് ആയ, വിശപ്പൊക്കെ മാറിയ കുഞ്ഞി, വിശപ്പൊക്കെ മാറിയ. സുനു സാഹിബിന് ഭയങ്കര ഇഷ്ടം അതിന്. സൈബ് പറഞ്ഞ ചോദിച്ചു നോക്കി എന്താ കയ്യിലെന്താ ഒറ്റക്കൊട്ട മാറ്റി പറിക്കല്. ചിലവര് കടിക്കാനൊക്കെ പോകും. അവിടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ റെഡിയാണ്, എഴുന്നേറ്റ് തിന്നാ മതി. അങ്ങനെ കിടന്നിട്ട് അതാണെങ്കിൽ സൈഗോണെങ്കിൽ തലയിടിക്കണം. സൈഗോണെങ്കിൽ ഇവന്റെ എന്തെങ്കിലും കയറി പിടിച്ചാൽ അവന് ഇക്കളിയാവും, അവന് തൊട്ട ഇക്കളിയാവും. ഇവനാണെങ്കിൽ ഇങ്ങനെ കളിച്ചാലൊക്കെ ആക്കി കഴിഞ്ഞ മുസലൊക്കെ മടിക്ക് വെച്ചാ കഴിക്കാൻ തന്നെ കിസ് കൊടുത്തു ഉമ്മിക്ക്. അല്ല അത് തുറക്കാൻ, അത് ശീലായി ഇപ്പൊ കുട്ടിക്ക്. സോസേജ് എടുക്കാൻ വേണോ? എന്ത് പറ്റി സോസേജ്? സോസേജ് സോസേജ് ഫ്രൈ ആക്കി, പക്ഷെ മറ്റേ ഞാൻ അറിയില്ല, വെറുതെ ജസ്റ്റ് കാണണം. മറ്റേ വേണോ? എന്ത് വേണോ? സോസേജ് എനിക്കധികം ഇതാവണ്ട, ഭയങ്കര ഫ്രൈ ആവണ്ട, എനിക്കും ആവണ്ട. എന്താ അങ്ങനെ ഭയങ്കര കടിക്കാൻ പാടില്ല. അല്ല ജസ്റ്റ് ഫ്രൈ ആയാൽ മതി. ഭയങ്കര ടൈറ്റ് വേണം. ജസ്റ്റ് ഇട്ടിട്ടെടുത്താൽ കുറച്ചുകൂടെ വേണം. എവിടെ ഇവിടെ ഹായ് പറ.
ഇതാണ് ക്യാമറ. ഹായ് പറ ഇവിടെ ക്യാമറയിൽ. ഹായ് പറഞ്ഞേ. ഒരു ഫ്ലൈഗീസ് എടുത്ത്. അയ്യോ കണ്ണിലാണോ ഫ്ലൈഗീസ്? അവ്വ അവ്വ സരംഗ കാണിച്ച സരംഗ. സരംഗ അപ്പുറത്തേക്കുണ്ട്. ആ സരംഗേ സരംഗേ സരംഗേ. നമസ്തേ കാണിക്കും. നമസ്തേ 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 നമസ്തേ. അസ്സലാമലൈക്കും. ഞാൻ കാണിക്കാൻ ഇതിങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇതിങ്ങനെ കാണിക്കാം. അസ്സലാമലൈക്കും ഇങ്ങനെ. അസ്സലാമലൈക്കും. ഞാൻ ആരോഗ്യം പറയണേ നോക്കണത്. ക്യാമറ ആണെങ്കിൽ അവനെ അവിടെ കാണാല്ല. അല്ല 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 പറഞ്ഞേ. അല്ല 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 പറ. അല്ല അല്ല പറഞ്ഞേ. അല്ല അല്ല ഒരു റൗണ്ട് കുട്ടി പോയി ബാസോനാണ് കൊറേ ദിവസമായി. കൊടുത്തോളാം ടാറ്റ. ടാറ്റ പോയിട്ട് പോവാം. ടാറ്റ പോവാ. എനിക്കെന്നെ സങ്കടാവണം. ടാറ്റ കൊണ്ടുപോകും. അപ്പൊ അവർ ടാറ്റ പോയി വരട്ടെ. പാവ കുറച്ച് ദിവസമായി കൊണ്ടുപോയില്ല. അന്ന് സോന കൊണ്ടുപോയതോ. എനിക്കാണെങ്കിൽ പൊട്ടി ഇറങ്ങാൻ തന്നെ ടൈമില്ല. അപ്പൊ ഞാനിത് പൊടിച്ചിട്ട് അല്ല വെക്കട്ടെ. സമയമായി. അൽഹംദുലില്ലാ അങ്ങനെ 9th നോമ്പ് നമ്മൾ തുറക്കാൻ പോകുന്നത്. ഇതൊന്ന് മാറ്റി ആദ്യം നോമ്പ് തുറക്കട്ടെ. ബിസ്മില്ലാ കാര്യം. ബിസ്മില്ലാ. അതൊന്നും എടുക്കണ്ട. ചേച്ചി വേസ്റ്റ് ആണോ അതിൻ്റെ കൂടെ? ചിരിക്കാം. സോസ് തരുമോ? എന്താണ് അയ്യപ്പോളെ ഗാർലിക് പോയല്ല. ഇനി എനിക്ക് വായിക്കാം ഒന്ന് തിരിച്ചിട്ട് ഇന്നലെ കമന്റ് ഇട്ട ഇവിടുന്ന് കൊച്ചിയിലോട്ട് പോണത്. ചുമ്മാട്ടാ. അതെ ക്യാമറ ഒരു കാര്യം തിന്നു തിന്നു. ഞാൻ ഷൂട്ട് ചെയ്താ കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ക്യാമറ ഫിംഗർ ഫിംഗർ ഡാഡി ഫിംഗർ ഡാഡി ഫിംഗർ വേറെ അറിയുമല്ലേ? ഉണ്ടാക്കിയതാ. എല്ലാം ഉണ്ടാക്കിയതാ. കൊള്ളൂലേ? എന്ത് പറ്റി? ഇന്നലത്തെ ആയിരുന്നു പോരായിരിക്കും. ആണോ? ഇന്നത്തെ എന്താ? ആണോ? വീണ്ടും ഉപ്പിടാണ്ടായിരുന്നപ്പാ. ചിക്കൻ മിഞ്ചറൊന്നും ഇവിടെ ഇല്ല. എന്ത് കഴിക്കും? നമ്മളെ കവ മൂന്നെണ്ണല്ലേ ഒരു പാക്കറ്റ് വെച്ച തിന്നില്ലേ? എന്നപ്പോ തിന്നട്ടെ. അല്ല നിങ്ങൾ തിന്നുന്നതല്ല കാണാൻ എല്ലാവർക്കും ഇഷ്ടം. നിങ്ങൾ തിന്നുന്ന കാണാൻ മമ്മ തരാ ഉമ്മി തരാ ബാ കുഞ്ഞി ഉമ്മി തരാ മമ്മ. സന്തോഷണ്ടില്ല അതിന്റെ
വേണ്ട ഒന്നും കൊടുക്കണ്ട, ഭയങ്കര സ്പൈസിയാ അതിന്റെ ഫില്ലിംഗ് വേണം. ഏതിന്നെ. അപ്പൊ താങ്ക് യു. എനിക്ക് വേണ്ട ബ്രെഡ്. ഞാൻ വെറുതെ വന്നല്ലേ. തരോ ഇല്ലെന്ന് നോക്കിയാണ് ഞാനത്. കടിച്ചിട്ട് വെച്ചത് ഞാൻ വെച്ച സ്നേഹത്തിന്റെ പീസ. വളരെ സ്നേഹത്തോട് ഞാൻ വെറുതെ വെച്ച. കഴിച്ചോവാ പോയോ എന്തിന്റെ ചൊവ്വ പല്ലാക്കത്തന്നെ ചോവാ പോലെ. ഞാൻ എത്ര പ്രാവശ്യത്തേക്കും നിങ്ങൾക്ക് അറിയാലോ. 50 50 3 പ്രാവശ്യം. അത്ര അഴുക്കുണ്ടാവും. 3 പ്രാവശ്യം തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലുണ്ടാവൂലേ പല്ല് തേഞ്ഞ് കഴിഞ്ഞു. ഷിനാദിന്റെ കയ്യിലെ സാധനം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഓ കൺഗ്രാറ്റുലേഷൻ സെലിബ്രേഷൻ. എന്തോ ഒരു കുറവ്, ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്ന കയ്യായിരുന്നു. ബോക്സ് ഒക്കെ ആണോ? കട്ട്ലറ്റ് മാത്രല്ലേ ഒക്കെ അല്ലാത്ത? കട്ട്ലറ്റ് ഭയങ്കര മസാല ആയി പോയല്ലേ. പെപ്പറാ? പെപ്പറായിരിക്കും. കണ്ണ് കിട്ടിയതായിരിക്കും. എല്ലാവരും ഊഹിച്ചിട്ടാണ്. അതന്നെ എപ്പോഴും വെക്കാലോ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ആ മസാല കണ്ടിട്ട് ചോദിച്ചില്ലേ ഇത് ബ്ലാക്ക് കളർ? അത് പെപ്പർ പൗഡർ കൂടി അതിന്. ഇതെന്താ മസാല പൗഡേഴ്സ് ആയിട്ട് അതില് മഞ്ഞപ്പൊടിയും ഇത് മാത്രല്ലേ ഇടുള്ളൂ. പെപ്പർ പൗഡർ കൂടിയിട്ടുണ്ടാവും കുത്തലതിന്റെ. നീയല്ലേ പറഞ്ഞു അപ്പൊ നിന്നെ ഷൂട്ട് ചെയ്യാൻ പോലും നീ എന്നെ ഷൂട്ട് ചെയ്തിട്ട് അല്ല ബേബി എന്താണ് ഇങ്ങനെ. സാൻഡ്വിച്ച് കഴിക്കും ബേബി. സാൻഡ്വിച്ച് കഴിച്ചല്ലോ ഇല്ലല്ലോ. എപ്പോ കഴിച്ചു? ഞാൻ അങ്ങോട്ട് പോകുമ്പോ എല്ലാം കഴിച്ചു. ഓക്കെ ഗൈസ് എല്ലാവരും കഴിക്കട്ടെ. അൽഹംദുലില്ലാ. സോ ഗൈസ് അൽഹംദുലില്ലാ അങ്ങനെ 9th നോമ്പ് തുറന്ന് കഴിഞ്ഞ് അൽഹംദുലില്ലാ. അപ്പോൾ ഓക്കെ ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. കട്ട്ലേറ്റിന് കുറച്ച് മസിൽ കൂടി. നാളെ നമുക്കത് സെറ്റാക്കാം. അപ്പോൾ ഇൻഷാല്ലാ നമുക്കിനി നാളെ കാണാം. വിന്നേഴ്സ് എന്തായാലും എനിക്ക് ഈ കാണുന്ന മെയിൽ ചെയ്യാം. ഓൺലി വിന്നേഴ്സ്. ഓക്കെ പ്ലീസ്. ബാക്കി ആൻസേഴ്സ് എല്ലാം കമന്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ ചിന്തിച്ചിട്ട് ആൻസർ പറയൂ. അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. സോ യു ഗൈസ് സ്റ്റേ ട്യൂൺ. വിൽ സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ബൈ ബൈ.